കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായേക്കുമെന്ന് സൂചന. അന്തിമ തീരുമാനം നാളെയുണ്ടാകും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് കെ ജയകുമാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചത്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, സർക്കാരിന്റെ ഒരു വലിയ തന്ത്രപരമായ നീക്കമാണ് ഇക്കാര്യത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് CPM-ന്റെ. കെ ജയകുമാർ IAS-നെ ബോർഡ് പ്രസിഡന്റാക്കുന്നതിലൂടെ CPM നോമിനി എന്ന പാർട്ടി നേതാവെന്ന ആ ഒരു ഇതുവരെയുള്ള വിമർശനങ്ങൾക്ക് അറുതി വരികയാണ്. എന്താണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്, ശ്രീനന്ദ? നീലിമ, സർക്കാർ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവിടെ നടത്തുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ കെ ജയകുമാറിനെയാണ് ഇപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പറയുന്ന തസ്തികയിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരവുകളൊന്നും തന്നെ ഇതുവരെയും വന്നു കിട്ടിയിട്ടില്ല. നാളെ ആയിരിക്കും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ്. അദ്ദേഹം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നിരിക്കുന്നത്. ഒരു സർക്കാർ പ്രതിനിധിയായിരിക്കും ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് അഭ്യൂഹങ്ങളൊക്കെ കേട്ടിരുന്നു. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു IAS ഉദ്യോഗസ്ഥനെ ഈ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സർക്കാരിന്റെ മുഖം രക്ഷിക്കുന്നതോടൊപ്പം ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം, മുൻപ് 2019 മുതൽ 2025 വരെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന രീതിക്ക് കൂടിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ആയിരിക്കും മന്ത്രിസഭാ യോഗമൊക്കെ ചേർന്നതിന് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ വിജ്ഞാപനം ഉണ്ടാവുക. അദ്ദേഹത്തോട് ജയകുമാറിനോട് സർക്കാരിന്റെ പ്രതിനിധികൾ സംസാരിച്ചതായിട്ടുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഒന്നിലും ഒരു കൃത്യത ഇതുവരെയും വന്നിട്ടില്ല. ജയകുമാർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹമാണോ ഇനി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി ഇനി ആ ഒരു വ്യക്തതയിൽ. ജയകുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. സന്തോഷക്കുറവില്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ്. വലിയ ഭാരമാണെങ്കിലും ഉത്തരവാദിത്വം വളരെ വലുതാണെങ്കിലും ഞാനത് സന്തോഷത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഏറ്റെടുക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്ത് അതിൻ്റെ വഴി പോലെ നടക്കും. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർത്ഥാടനം ഭംഗിയാവുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് വെല്ലുവിളിയെന്ന് എനിക്ക് തോന്നുന്നു. അതാണ്. അപ്പോൾ അത് ഈ ഓർഡറൊക്കെ കൈ കിട്ടിയിട്ട് ഞാനത് വിശദമായിട്ട് നിങ്ങളെ വീണ്ടും കണ്ടുകൊള്ളാം. അത് സമയമധികമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ബോർഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് തുടർച്ച എന്നുള്ളതിലേക്ക് ഇനിയും ഫലപ്രദമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ലല്ലോ.